ഒക്ടോബർ 14 വരെയുള്ള 10 ദിവസങ്ങൾ സന്ധ്യയിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുമായും ആത്മീയ ജീവിതവുമായും ബന്ധപ്പെട്ട ചില ചിന്തകളാണ്. അതിലൊന്നാമത്തേത് ഇന്നത്തെ സുവിശേഷവുമായി ബന്ധമുള്ളതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുകയാണ്. അമ്മ ത്രേസ്യ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ വളരാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അമ്മ ത്രേസ്യയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് വേ ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതായത് പൂർണ്ണതയിലേക്കുള്ള വഴി, മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വഴി, വേ ഓഫ് പെർഫെക്ഷൻ. ഈ പുസ്തകത്തിൽ അമ്മ ത്രേസ്യ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പുണ്യങ്ങൾ വേണം. ആ പുണ്യങ്ങൾ ഇങ്ങനെയാണ്. അതിൽ ആദ്യത്തെ പുണ്യം ഇതാണ്, സ്നേഹം വേണം. പരസ്നേഹത്തെക്കുറിച്ചാണ് അമ്മ ത്രേസ്യ പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതായത് ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. വെറുപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ പറ്റുമെന്നില്ല. വെറുപ്പ് ഉണ്ടാകരുതെന്ന് മാത്രമല്ല, അപരനോട് ആത്മീയമായ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹം വേണം. ഈ സ്നേഹമെന്ന് പറയുന്നത് അമ്മ ത്രേസ്യയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്റീരിയർ കാസിൽ എന്ന് പറയുന്ന പുസ്തകം. അതായത് ആഭ്യന്തര ഹർമ്മ്യം എന്ന് പറയുന്ന പുസ്തകം. ഇത് ആവർത്തിച്ച് പുസ്തകങ്ങളുടെ പേരുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ 10 ദിവസം കഴിയുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിയും. അപ്പോൾ ഇന്റീരിയർ കാസിൽ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 7ാമത്തെ സദനം എന്ന് പറയുന്ന 7 സദനങ്ങളെ കുറിച്ചാണ് അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നത്. ഇതിൽ 5ാമത്തെ സദനത്തിൽ അമ്മ ത്രേസ്യ ദൈവവുമായുള്ള ഐക്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് എങ്ങനെയാണ് ഒരാൾക്ക് ദൈവവുമായി ബന്ധമുണ്ടെന്ന് പരിശോധിക്കാൻ കഴിയുന്നത്, ടെസ്റ്റ് ഡോസ് എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ടെസ്റ്റ് ഡോസ് ഇയാൾക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ, കുത്തി നോക്കിയാലല്ലേ അറിയാൻ പറ്റും അല്ലേ? നമ്മൾ ചോറ് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ പിടിച്ചു നോക്കൂലേ? അപ്പോൾ ഈ ടെസ്റ്റ് ഡോസ് എന്താണ് എന്നുള്ളത് അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ത്രേസ്യ പറയാണ്, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ടെസ്റ്റർ വെച്ച് കുത്തി നോക്കാൻ പറ്റില്ല വോൾട്ടേജ് ഉണ്ടോ ഇല്ല എന്ന്. അത് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷേ നമുക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇയാൾക്ക് എത്രമാത്രം ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടച്ചോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടച്ചോ, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ടെസ്റ്റ് ഡോസാണ്. നീ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സ്നേഹത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്? ഞാൻ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ വളർന്ന് എനിക്ക് ഈശോയുടെ ഹൃദയമായി തീരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൃദയത്തിൻ്റെ കൈമാറ്റം. അപ്പോൾ എനിക്ക് ഈശോയുടെ ഹൃദയമുണ്ടാവുകയും ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നോട് പറയട്ടെ, ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വലിയൊരു അവസ്ഥയാണത്. അപ്പോൾ ഈശോ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ഈശോ ക്ഷമിക്കുന്നത് പോലെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുകയും ചെയ്തില്ല എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നിൽ ദൈവസ്നേഹമില്ല. കിട്ടിയോ? ശരിക്കും കിട്ടിയോ? യെസ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ ത്രേസ്യ പറയാണ്, സഹോദര സ്നേഹം ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ കഴിയില്ല. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് മറ്റാരെക്കുറിച്ചും ചിന്ത വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കേണ്ട കാര്യമില്ല, മക്കളെ നോക്കേണ്ട കാര്യമില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അയൽക്കാരൻ്റെ വഴി അടച്ച് കെട്ടിയിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ഒരാളും വന്ന് വെള്ളം എടുക്കാൻ, എൻ്റെ വീട്ടിൽ നല്ലൊരു കിണറുണ്ട്, അതിൽ വെള്ളമുണ്ട്, അയൽപക്കത്ത് വെള്ളമില്ല, നിങ്ങളിങ്ങനെ ഇടയ്ക്ക് വന്നും പോയി ഒക്കെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ശല്യമാവും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെള്ളം എടുക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം ഹൃദയം ദൈവത്തെ പോലെ ആയി തീരുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. അവർക്ക് വിളിച്ച ഈശോയേ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് നേരെ വിപരീതമായൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തെ പോലെ ആയി തീരാൻ പറ്റുന്നത്? ഒന്നുകൂടി പറയട്ടെ. ദൈവത്തിൻ്റെ ഹൃദയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവരെന്നെ വേറൊരാൾക്ക് വീട്ടിൽ വന്ന് വെള്ളം എടുക്കുന്ന ആളോട് വേണ്ട, വെള്ളം നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണമാണ്. എന്നിട്ട് നമ്മൾ പറയാണ്, ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണെന്ന്. കുറേ നാളയച്ച ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് ഒരു വിഷമം വിചാരിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വിളിച്ച ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ സ്നേഹത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. എന്താണത്? എന്നെ ഇഷ്ടപ്പെടുന്ന ആളെ ഞാനും ഇഷ്ടപ്പെടുന്നു. അതായത് എനിക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയ ആൾ, സൗന്ദര്യമുണ്ടെന്ന് തോന്നിയ ആൾ, തറവാട് കുഴപ്പമില്ല, ജോലി പ്രശ്നമില്ല, അപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ് അയാളുടെ ഇഷ്ടം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, അയാൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഞങ്ങൾ ജോളിയായിട്ട് നടക്കുന്നു, ഞങ്ങൾക്ക് യാത്ര പോകുന്ന ഇഷ്ടമാണ്, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്. അതിനെ അല്ല അമ്മ ത്രേസ്യ സ്നേഹമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ സ്നേഹമെന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപരനെ ദൈവത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു കമ്മിറ്റ്മെന്റിനെയാണ് ആത്മീയ സ്നേഹം എന്ന് അമ്മ ത്രേസ്യ വിളിക്കുന്നത്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അപരനിൽ രണ്ട് തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. അതിലൊന്ന് സെൻഷ്യൽ ലവ് ആണ്. അതായത് എൻ്റെ ശരീരത്തിന് സുഖം തരുന്ന ചില സ്നേഹങ്ങളുണ്ട്. എനിക്ക് ഒരുമിച്ച് നടക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഒരുമിച്ചായിരിക്കാൻ എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമാണ്, എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ ഇഷ്ടമാണ്, അയാൾക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഒരു സെൻഷ്വൽ ലവാണുള്ളത്. ഈ സെൻഷ്വൽ ലവിനെ കുറിച്ചല്ല. സെൻഷ്വൽ ലവ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് മാറാറുണ്ട്. അമ്മ ത്രേസ്യ പറയുന്നത് ആത്മീയ സ്നേഹം, അതായത് അപരൻ എനിക്ക് ചിലപ്പോൾ ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാക്രിഫിഷ്യൽ ലവ്. എനിക്ക് നഷ്ടമുണ്ടാകുമ്പോൾ പോലും, എനിക്ക് സഹനമുണ്ടാകുമ്പോൾ പോലും, എനിക്ക് വേദനയുണ്ടാകുമ്പോൾ പോലും അപരൻ്റെ നന്മയ്ക്കു വേണ്ടി, അവരനെ സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടി ഞാനൊരു കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ കഴിയുന്നു. ആ സ്നേഹത്തെയാണ് ആത്മീയ സ്നേഹമെന്ന് പറയുന്നത്. അപരനോടുള്ള ആ ആത്മീയ സ്നേഹമുള്ളിലുള്ളപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ വളരാനായി സാധിക്കുകയുള്ളൂ. കൈയടിച്ച് നന്ദി പറഞ്ഞേ. അതായത് ഈശോ സ്വയം മരിച്ചുകൊണ്ടുപോലും, സ്വയം ഇല്ലാതാക്കിക്കൊണ്ടുപോലും അപരന് വേണ്ടി സ്വർഗം തുറന്നു കൊടുക്കാൻ കഴിയുന്ന പരസ്നേഹത്തിൻ്റെ വലിയ ഉത്തുംഗ ശൃംഖങ്ങളെക്കുറിച്ചാണ് അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്ത നമുക്ക് ഇത്രയും മതി. പ്രാർത്ഥനയിൽ വളരാൻ നമുക്ക് സ്നേഹത്തിൽ വളരേണ്ടതായിട്ടുണ്ട്. ഷാജി, ആ പാട്ടൊന്ന് പഠിച്ചോളണം. പ്രാർത്ഥനയിൽ വളരാൻ നമുക്ക് സ്നേഹത്തിൽ വളരണം. പിന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ, ത്യാഗത്തിൽ വളരണം, വിനയത്തിൽ വളരണം. നമ്മളുടെ പുതിയ ആൽബത്തിലെ പ്രാർത്ഥനയുടെ ആനന്ദത്തിൽ അമ്മ ത്രേസ്യയുടെ ഈ പഠനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പാട്ടുണ്ട്. പ്രാർത്ഥനയിൽ വളരാൻ സ്നേഹത്തിൽ വളരണം, ത്യാഗത്തിൽ വളരണം, വിനയത്തിൽ വളരണം എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ നമുക്ക് കണ്ണുകളടക്കാം.